ഉപ്പയുടെ കൃഷികളാണ്. കൈതച്ചക്ക ഉണ്ട്, നല്ല ഇനം കൈതച്ചക്കകൾ. ഇത് മൊത്തം മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ, വാഴ. ഇത് സാധാ വാഴ, നേന്ത്രവാഴ. അതുപോലെ തന്നെ ആണ് ഇത്. ഈ കാണുന്ന വാഴ റോബസ്റ്റ് ഉണ്ടോ, റോബസ്റ്റ് വാഴ. നല്ല ചീനാപ്പറങ്കി മുളക്. ചീനാപ്പറങ്കി ഉണ്ടായിട്ടില്ല. ചീര ഉണ്ടോ, പച്ചച്ചീര ഉണ്ട്, അതുപോലെ തന്നെ ചുവന്ന ചീരകൾ. വള്ളി ഇങ്ങനെ പോണത് കിയാറ്, കക്കരിക്ക. തൊട്ടപ്പുറത്ത് തന്നെ മുരിങ്ങ ഐറ്റംസ്. അങ്ങനെ വീണ്ടും വാഴ അവിടെ, പച്ചമുളക്, പച്ചമുളക്. സപ്പോർട്ടിൻ്റെ മരമുണ്ട്, സപ്പോർട്ടല്ല, അടക്കാപ്പഴം, വെണ്ട, പച്ചമുളക്, ഇഞ്ചിയൊക്കെ സെപ്പറേറ്റ് കുഴിച്ചിടാൻ വേണ്ടി ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പേരക്കൻ്റെ മരം, ചെറിയ പ്ലാവ്. ഇതൊരു തരം കപ്പയാണ് അത് കാണുന്നത്. കപ്പ, കിഴങ്ങ് ഉണ്ടാകും, മധുരക്കിഴങ്ങ് പെട്ടൊരു സാധനം ഉണ്ടോ. അടിപൊളി പപ്പാഴ, ചെറിയ മരം. ഈ മരം നിൽക്കണ എവിടെ നോക്കി നിങ്ങൾ? പഴയ വീടിൻ്റെ വീതനാണ്. വീതൻ്റെ തിണ്ടിലെ സൈഡിൽ ഒന്ന് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ സെറ്റപ്പിലാണ് മരം നിൽക്കുന്നത്. കൂവല്ലേ, കൂവപ്പൊടിയൊക്കെ കിട്ടുന്ന ആ സാധനമാണിത്. അത് കുറച്ചുണ്ട്, അതൊക്കെ നമ്മളെ അവസ്ഥയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കി. തൊട്ടിപ്പുറത്തേക്കിന് ഒരു ചേന ഇങ്ങനെ വിശാലമായി നിൽക്കുന്നുണ്ട്. ഈ സാധനമാണ് കാപ്പിച്ചെടി. ഒറ്റ കാപ്പിച്ചെടിയേ ഉള്ളൂ. അതിന്മേൽ കാപ്പിച്ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാപ്പി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ല കാപ്പിക്കുരു ഉണ്ടായിട്ടുണ്ട്, അടിപൊളി കാപ്പിക്കുരു. കപ്പ കൃഷി, കപ്പയുടെ കപ്പ ഉണ്ട് ഇവിടെ, ചേനുണ്ട്, ചേമ്പുണ്ട്, ചീനാപ്പറങ്കിയുണ്ട്. നല്ലൊരു മൂവാണ്ടൻ മൂച്ചിയാണ്. മൂച്ചിമത്തെ മാങ്ങ ദിവസം കഴിഞ്ഞ്. തൊട്ടിപ്പുറത്ത് മറ്റേ മൈലാഞ്ചി, എല്ലാം മൈലാഞ്ചി ചെടിയാണ്. ഇത് മൈലാഞ്ചിൻ്റെ ചെടി എന്താ, വിശാലമായ മൈലാഞ്ചി ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ വലിയൊരു മരമുണ്ട്. ഈ മരമാണ്